എടാ ഇത് കുറെ നേരം ആയല്ലോ വല്ലതും നടക്കുവോ? ഇത് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. ഇത് സ്റ്റാൻഡേർഡ് ഉണ്ട് നമ്മൾ ചെയ്യുമ്പോൾ. നീ സംസാരിച്ചോണ്ടിരിക്കാ, നീ പാട് കേക്കട്ടെ. ഇത് തിരികെ പാടാൻ പറ്റും. കേട്ടോണം കേട്ടോ. പിന്നെ ആരെയും കുറച്ച് മ്യൂസിക് ഒക്കെ വരും. നമ്മൾ കരോക്ക വിത്ത് പരിപാടിയാണ്. നമ്മുടെ ചിഹ്നം മന്തി, നമുക്കിന്നൊരു വോട്ട്, ജയിക്കാൻ വേണ്ടി ചേട്ടൻ ഗോപാലേട്ടൻ. ടിഷും ഇതെന്ത് വേണേ മേരി? നല്ലൊരു പഞ്ചുണ്ട്. അത് വിത്ത് മ്യൂസിക് വരുമ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതൊക്കെ കേട്ടാൽ തന്നെ അയാളെ തോപ്പിക്കും ജനങ്ങള്. മന്തി ഒക്കെ പാരഡി പാട്ടെന്നൊക്കെ വെച്ച് അതൊക്കെ അതിനൊരു ജീവൻ വേണോടാ ആ സാധനത്തിന്. നിങ്ങൾ ജീവൻ വെപ്പിച്ച് പറഞ്ഞാൽ എഴുത്. ജീവൻ കാണട്ടെ. മന്തിയല്ല എന്റെ ചിഹ്നം. മന്തിയാണ് ചിഹ്നം. തമിഴ് പാട്ട് പിടിക്കാം. ശരിയാ നീ കേട്ടത് ശരിയാ. എന്ത് ശരിയാ നീ കേട്ടത് ശരിയാ. കഴിഞ്ഞ ഇലക്ഷനിൽ നിന്ന് തോറ്റത് ശരിയാ. നീ കേട്ടത് ശരിയാ. എന്തോ ഞാൻ തന്നെ എഴുതിയ, പക്ഷെ എന്താന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ശരിയാ നീ കേട്ടത് ശരിയാ. കഴിഞ്ഞ ഇലക്ഷനിൽ നിന്നും തോറ്റത് ശരിയാ. നീ കേട്ടത് ശരിയാ. വിത്തുകൾ വിട്ടത് ഗോപാലേട്ടൻ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ തോറ്റെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നാണക്കേടല്ലേ? കഴിഞ്ഞ പ്രാവശ്യം അയാൾ തോറ്റില്ലേ, അതുകൊണ്ടല്ലേ നമ്മളത് ഉൾപ്പെടുത്തുന്നത്. അത് വീണ്ടും ഓർമ്മിക്കുമ്പോഴത്തേക്ക് അയാൾക്കൊരു ദുഃഖം വരില്ലേ? എന്തിന് കാര്യങ്ങൾ ഉള്ളതുപോലെ ഉള്ളത് പറയുന്നതല്ലേ അതിന്റെ ഒരു ശരി? അത് ശരിയല്ല. അത് രാഷ്ട്രീയത്തിൽ അത് ശരിയല്ല. കാരണം മനസ്സിലായോ? ഇല്ല, നമ്മൾ ജയിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരാണെന്നുള്ളൊരു പവർ അവർക്ക് കിട്ടണം. അല്ലാണ്ട് കഴിഞ്ഞ ഇലക്ഷനിൽ തോന്നി നമുക്ക് ആ വാക്ക് മാറ്റാം. ശരിയാ ഈ പ്രാവശ്യത്തെ വിജയം ശരിയാ, അങ്ങനെ ആക്കിയാലോ? വിജയം ഉറപ്പാ. അതായത് ഇലക്ഷൻ വോട്ട് ചെയ്യാൻ വരുന്നവരുടെ മനസ്സിലെപ്പോഴും മന്തി ആയിരിക്കണം. മന്തിയുടെ സ്മെല്ലും കൊടുത്താലോ? അല്ലെങ്കിൽ ഏതെങ്കിലും മന്തി കൊടുക്കാന്നങ്ങ് വേണ്ട അല്ലേ? അതൊക്കെ ചിലവ് കൂടുതല പരിപാടി. വേണ്ട. എന്നാ നമുക്ക് വിത്തുകൾ വിതച്ചത് ഗോപാലേട്ടൻ, വിത്തുകൾ വിതച്ചത് ഗോപാലേട്ടൻ, വിത്തുകൾ വിതച്ചത് ഗോപാലേട്ടൻ. അതൊക്കെ വലിയ സീനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വേറെ അർത്ഥത്തിൽ ആൾക്കാരെടുക്കുക. ഒന്നും വേണ്ട, ഒക്കെ മോശം. എന്തുവാടാ നീ പറഞ്ഞ ശരിക്കും എഴുതുന്നില്ല, ഞാൻ എഴുതുന്നതിനും ഒന്നും രണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, ഞാനിവിടെ മര്യാദക്കിരുന്ന് എഴുതുമ്പോഴത്തേക്ക് എൻ്റെ ശ്രദ്ധ തെറ്റിക്കരുത്, മനസ്സിലായോ? ഈ പാട്ടിന് എന്തോ ഒരു കുഴപ്പം. ഒന്നുകൂടെ ഒന്ന് മനസ്സമാധാനത്തോടെ കേട്ടോണം. നമ്മുടെ ചിഹ്നം മന്തി, നമുക്കിന്നൊരു വോട്ട്, ജയിക്കാൻ വേണ്ടി ചേട്ടൻ ഗോപാലേട്ടൻ. ഇതൊരുമാതിരി മറ്റേ 2ാം ക്ലാസ്സിലെ പിള്ളേരുടെ റൈംസ് പോലും ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് കലാബോധം ഇല്ല കേട്ടോ. കലാബോധം തീരെ ഇല്ല. നമുക്ക് കലാബോധമുള്ള ആരോടെങ്കിലും ചോദിക്കാം. അപ്പം നമുക്ക് നമ്മുടെ ഗോപാലേട്ടനെ ജയിപ്പിക്കണം. അത് വേണം. അതാണ് അജണ്ട. പക്ഷെ ഈ അവരെന്ന് പറഞ്ഞ അവന് ഭയങ്കര സപ്പോർട്ടുണ്ടല്ലോ മറ്റേ സ്ഥാനാർത്ഥിക്ക്. ഗോപാൽ അല്ലടാ, പുള്ളിക്ക് പ്രൊമോഷൻ ചെയ്ത് നമുക്ക് പുള്ളിയെ ജയിപ്പിക്കാൻ പറ്റും. പക്ഷെ മറ്റേ പുള്ളി അവരനെ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? പുള്ളിയെ തഴയണം. നമ്മൾ ഏത് വിധത്തിൽ തഴയും? നമുക്ക് അവനെതിരെ ഒരു പെണ്ണേഴ്സ് ഉണ്ടാക്കിയാലോ? അല്ല, അതിന് പെണ്ണേഴ്സ് വേണ്ടേ? പെണ്ണേഴ്സ് ഉണ്ടെങ്കിലല്ലേ നമുക്ക്. അതൊക്കെ മോശമല്ലേ? ഭാര്യയും കുടുംബവും ഒക്കെ ആയിട്ട് മര്യാദക്ക് ജീവിക്കും. മോശം ഇതല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അല്ല, വേറെ ചാനലിന് ഒരു പ്രൊമോഷനും ആണേ. അല്ല, ചാനൽ ഇന്റർവ്യൂ ഒക്കെ കൊടുത്താ എങ്ങനെ? ചാനൽ അത് പള്ളിക്കെട്ടത്. വേറെ കാര്യമുണ്ട്, നമ്മളാണെന്ന് അറിയാത്ത രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരിക്കും. നമ്മളാണെന്ന് അറിയുന്നില്ലല്ലോ. പെണ്ണിനെ കൊണ്ടിരുത്തുന്നു, നമ്മൾ ഇന്റർവ്യൂ എടുക്കണു, നമ്മുടെ ചാനലിൽ ഇടുന്നു, നമുക്കൊരു പ്രൊമോഷൻ. പക്ഷെ നമ്മളിത് അവരോടൊന്ന് അവതരിപ്പിക്കണ്ടേ? അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനം എടുത്തെന്ന് അറിയുമ്പോഴത്തേക്ക്. അല്ല, അയാളോട് സംസാരിച്ചപ്പോ അയാൾ എല്ലാത്തിനും റെഡിയാണെന്നുള്ള രീതിയിലാണ് അയാൾ നമ്മളോട് സംസാരിച്ചത്. എന്നാ കുഴപ്പമില്ല. പക്ഷെ ഇത് നമുക്കൊരു പെണ്ണിനെ എങ്ങനെ കിട്ടുമോ സെറ്റാക്കി? എങ്ങനെ ഇപ്പൊ ആരെങ്കിലും ഒരാൾ ഇരുന്നാ പോരെ, എന്നിട്ട് ബ്ലറാക്കിയാ പോരെ? വേണമെങ്കിൽ ഞാൻ തന്നെ ഇരിക്കാം. ഡെഡിക്കേഷൻ സമ്മതിക്കണം. നമ്മുടെ വർക്കാണേ. അതെ, പക്ഷെ ഇത് പുറത്താരോടും പറയാൻ സർപ്രൈസ് കൊടുക്കാനുള്ളതാണ്. അപ്പൊ നമുക്കത് അതിന്റെ ഒരു മാറ്റർ റെഡി ആക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വിഷയം വേണമല്ലോ. വെറുതെ ഒരു പെണ്ണെ അതെന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ആൾക്കാർ അംഗീകരിക്കുകയല്ല. അതിനല്ലേ ഇപ്പോഴത്തെ ടെക്നോളജി. AI ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കാം വീഡിയോ. അപ്പൊ പിന്നെ നേരിട്ട് വീഡിയോ എടുക്കാന്ന് പറഞ്ഞു. നേരിട്ട് ഇന്റർവ്യൂ, ബാക്കി വീഡിയോസ് നമുക്ക് AI സെറ്റ് ആക്കാം. അല്ല, അത്രയൊക്കെ ബന്ധങ്ങളിലേക്ക് പോകണോ? അത് വേണ്ട. അല്ല, നമുക്ക് ആലോചിക്കാം. നമുക്ക് എന്താണല്ലോ ഒരു കണ്ടന്റ് ഉണ്ടാക്കണം. അത് ഞാൻ ഉണ്ടാക്കി തരാം. അതെ, അതിന് ചേട്ടനുണ്ടല്ലോ. അപ്പൊ പിന്നെ അതൊക്കെ
പിന്നെ ഇത് പുറത്താരും അറിയാതെ നമ്മുടെ സീക്രട്ടായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ബാക്കി അതിനുള്ള ബഡ്ജറ്റ് നമുക്ക് അവരെ നിന്ന് പറഞ്ഞ് മേടിക്കണം. കാശിൻ്റെ കാര്യങ്ങളൊക്കെ മേടിച്ചിരിക്കും, കുത്തിപ്പിടിച്ച് മേടിക്കും ഞാൻ. അല്ലെങ്കിൽ അവരെല്ലാത്തിനും റെഡിയാണെന്നല്ലേ പറഞ്ഞു. എത്ര കാശായാലും കുഴപ്പമില്ലാന്നല്ലേ പറഞ്ഞു. അല്ല അങ്ങനെ ഒരാളെ വിട്ടുവെച്ച് പണി നടക്കാൻ എല്ലാവരും ഇങ്ങനൊക്കെ പറയും. പിന്നെ കാര്യത്തോടെ എടുക്കുമ്പോഴാണ് ഇവന്മാരുടെയൊക്കെ തനി സ്വഭാവം നമുക്ക് അറിയാൻ പറ്റും. അതെ അതെ അതെ. പിന്നെ പോതാത്തതിന് പാർട്ടിക്കാരുവാ. ആ അത് ശരിയാ. ജയിക്കാനും കൊള്ളത്തില്ല, ഓർക്കാനും കൊള്ളത്തില്ല. അപ്പോൾ വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ചെയ്തു. ഞാനപ്പോൾ ഒരു കണ്ടന്റ് റെഡിയാക്കാം കേട്ടോ. കണ്ടന്റ് മാത്രം റെഡിയാക്കി തന്നാൽ മതി, വീഡിയോ ഞാൻ സെറ്റ് ആയിക്കോളാം. ഭയങ്കര പവറാണല്ലോ. ഒന്നല്ല. അല്ല പോരട്ടെ അനാ ശരി. ഞാനൊരു കണ്ടന്റ് റെഡിയാക്കിയിട്ട് വിളിക്കാം. ആയിക്കോട്ടെ. ഓക്കെ. എന്നെ 6 മാസത്തോളം അയാൾ ഗാർഹിക പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട്. നിരവധി സ്ത്രീകളെ അയാൾ വിവാഹ വാഗ്ദാനവും നൽകി ചതിച്ചിട്ടുണ്ട്. ഇത് മതി, ഇത് കലകം. ഇത് എനിക്ക് തോന്നുന്നു കേരളക്കരെ ആകെ കൊടുങ്കാറ്റായിട്ട് ആഞ്ഞടിക്കും. ആണല്ലേ? പിന്നെ ഒമ്മാതിരായിട്ടല്ലേ. പക്ഷെ ഇതിലിപ്പോ വിവാഹ വാഗ്ദാനവും ഗാർഹിക പീഡനവും മാത്രമേ ആയിട്ടുള്ളൂ. അതുപോരെ ഇനിയും 2-3 കണ്ടന്റ് കൂടി ആഡ് ചെയ്യാൻ നമുക്ക് കുറച്ചൊരു ഗുമ്മുണ്ടാവുള്ളൂ. പുള്ളീനെ നമ്മൾ അവസാനം ജയിലിൽ അടക്കേണ്ട അവസ്ഥയിലേക്കാവോ? അത്രയ്ക്കൊന്നും. പിന്നെ ബ്ലറാക്കരുത്, ഇടരുത് എന്റെ ഫേസ്. നീ ഇതിനു മുമ്പ് വിയ്യൂർ ജയിലിലും അല്ലായിരുന്നോ? എന്താ കാര്യങ്ങളുടെ ഒക്കെ ഒരു പ്ലാനിങ് ഒക്കെ കേട്ടിട്ടേ പുല്ല് ക്രിമിനൽ ബുദ്ധിയാണല്ലോ. നിങ്ങളുടെ കൂടെയൊക്കെയല്ലേ നടക്കുന്നത്, ഇങ്ങനെയൊക്കെ ചിന്തിച്ചാലേ പറ്റൂ. പക്ഷേ നമ്മൾ ഇത് ഓവറാക്കണ്ട. പുള്ളിക്ക് ഒരു നെഗറ്റീവ് ഇമേജ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളല്ലോ. ഇത് മതി, അതിനിത് ധാരാളമാണ്. അല്ലെങ്കിൽ പിന്നെ ഇത് ആകെപ്പാടെ മൊത്തം കത്തിക്കേറി അവസാനം ഇത് അന്വേഷിച്ച് വരുമ്പോൾ നമ്മുടെ പെട്ടിലേക്കാവും. അത് പാടില്ല. പിന്നെ നമ്മൾ ഇതിന്റെ ഫണ്ട് നമുക്ക് ഇങ്ങോട്ട് റിലീസ് ആയിട്ടില്ല. അത് സെറ്റ് ചെയ്യാൻ പറയണം. സുബു വിളിച്ചായിരുന്നു? എന്നെ വിളിച്ചു, പക്ഷെ ഞാൻ ഈ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറയണ്ട, അവൻ അറിഞ്ഞ മോശമല്ലേ. നിങ്ങളല്ലേ പറഞ്ഞ സർപ്രൈസ് കൊടുക്കാന്നല്ലേ പറഞ്ഞു. അതെ, അല്ല ഈ കാര്യം ഒട്ടും അറിയണ്ട. കാരണം ഇത് ചിലപ്പെങ്കിൽ അവൻ ചിലപ്പെങ്കിൽ അംഗീകരിച്ചെന്ന് വരില്ല. പക്ഷെ കാശ് കിട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആളുടെ സ്വഭാവം മാറും. അത് വേറെ കാര്യം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. നമ്മുടെ പരിപാടികളെല്ലാം വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പുള്ളീനോടൊന്ന് കാണിച്ച് നമുക്ക് സംഭവം സെറ്റാക്കാം കേട്ടോ. ഓക്കെ ആയിരുന്നു. എങ്ങനെയുണ്ട് നമ്മുടെ പരിപാടികളൊക്കെ? ആണോ? ആഹാ. പിന്നെ ശരിക്കും പറഞ്ഞ എൻ്റെ പ്ലാനും പദ്ധതികളും എല്ലാം ഞാൻ തന്നെ കേട്ടോ. അവരത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. താനൊക്കെ കൂടി കാട്ടി വെച്ചിരിക്കുന്നത് എന്തുപറ്റി? ആനാ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടപ്പോ പേര് നോക്കിയിരുന്നോ? പേര് നോക്കിയായിരുന്നു. എന്തായിട്ട് അല്ല, അത് നമ്മൾ പറഞ്ഞ പോലെയൊക്കെ തന്നെ ഇട്ടിട്ടുള്ളത്. ഗോപാലൻ ഏയന് പണി കൊടുക്കണേന് പകരം ഗോപാൽജിക്ക് അല്ലടോ താനൊക്കെ കൂടി പണി കൊടുത്തത്. അയ്യോ, അങ്ങോട്ടാണോ കിട്ടിയത്? ഉണ്ടല്ലോ. അല്ലത് മനഃപൂർവ്വം അല്ല, ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റില്ല. ആ പോസ്റ്ററിൽ എന്താ കാട്ടി വെച്ചിരിക്കുന്നത്? പോസ്റ്റർ എന്താ കാട്ടി വെച്ചത്? എന്താണോ നമ്മുടെ ചിഹ്നം? നമ്മുടെ കുഴിമന്തി അല്ലേ? ആണല്ലേ? താൻ എന്താ അതിൽ അടിച്ചു വെച്ചിരിക്കുന്നത്? കുഴിമാന്തിയോ? അയ്യോ, എന്താന്നറിയോ, നമ്മുടെ എഡിറ്റർ തമിഴനാ. അപ്പൊ പുള്ളിക്ക് ചെറിയ അബദ്ധം പറ്റിയതായിരിക്കും. ബംഗാളിനെ വെക്കായിരുന്നില്ലേ? അല്ല, ബംഗാളിയേക്കാളും നല്ല തമിഴന്മാര് അഭിനയിച്ച. മൂലക്കുരു അതെന്താ? അതെ, മൂലക്കാരാന്നല്ലായിരുന്നോ? അത് താനെന്താ അടിച്ചു വെച്ചിരിക്കുന്നത്? അല്ല, അത് സ്പെല്ലിംഗ് ആയിട്ട്. എന്നാ നമുക്ക് മാറ്റിയിട്ട് പോസ്റ്റർ അടിക്കാം. ഗോപാൽജിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെയാണോ? അല്ലേ? എന്നാ ഞാൻ അവിടെ വന്ന് കണ്ടോളാം. കാണും. നമുക്ക് കാശ് വേണമല്ലോ. അല്ല, നമുക്ക് ഈ ഫണ്ട് കുറച്ച് ചിലവായിട്ടുണ്ട്. അപ്പൊ ആ ഫണ്ട് കിട്ടണം. അതുകൊണ്ട് ഞാൻ നേരിട്ട് വന്ന് കണ്ടോളാം. പുറത്തിറങ്ങണ്ട, ഞാൻ അകത്ത് വന്ന് കണ്ടോളാം. അല്ല, അതിപ്പോ നമുക്ക് മിസ്റ്റേക്കുകളൊക്കെ പരിഹരിക്കാം. തരാനുള്ള നമ്മള് അത് കണക്ക് കുറച്ചിലും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അറിയാലോ, നമ്മൾ ഇത്ര എഫേർട്ട് എടുത്തേക്കുന്നതാണ്. എന്നാ കൈയോട് തന്നോട്ടെ. തന്നെ തരാം. അമ്മേ, കാശ് വേണ്ട എന്ന് പറയാൻ വേണ്ടിട്ടായിരുന്നു.